നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പല വ്യോമയാന വിദഗ്ധരും പറയുന്നത് ഈ വർഷം ഏറ്റവും അധികം വിമാനാപകടങ്ങൾ നടന്നൊരു വർഷമായി മാറുമോ എന്നാണ്. ഇതിനവർ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്ത് ഏറ്റവും അധികം വിമാനാപകടങ്ങളുണ്ടായ വർഷം 2014 ആ ഒരു വർഷം കൊല്ലപ്പെട്ടത് 911 പേരാണ്. അതേസമയം 2023 ഇത്തരത്തിലുള്ള ദാരുണമായ വിമാനാപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും അവർ എടുത്തു കാട്ടുന്നുണ്ട്. ഇപ്പോൾ 2025 പകുതിയാകുന്നതേ ഉള്ളൂ. 6 മാസം പിന്നിടുമ്പോൾ തന്നെ വിമാനാപകടങ്ങൾ മരിച്ചവരുടെ എണ്ണം വൻതോതിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് 460 മാറിയിരിക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ വിമാനയാത്രയാണ് എന്നാണ് പൊതുവെ നമ്മളെല്ലാവരും തന്നെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പ്രത്യേകിച്ച് ഈ വർഷം ഉണ്ടാകുന്ന ഈ സംഭവവികാസങ്ങളൊക്കെ തന്നെ നമ്മെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു എന്നാണ് ഈ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വർഷം ആദ്യം തന്നെ അമേരിക്കയിൽ വാഷിങ്ടണിൽ ഒരു യാത്രാവിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് 60-ലധികം പേരാണ് മരിച്ചത്. അതുപോലെ മാർച്ച് മാസത്തിലും ഒരു വിമാനാപകടം ഉണ്ടായി, 25ഓളം പേർ മരിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ചൊക്കെ തന്നെ ഇനിയും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടായിട്ടില്ല. അതിനും സമയമെടുക്കും. കാരണം അപകടം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി വിദഗ്ധ സമിതി അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച വസ്തുതകൾ പുറത്തു വരിക. പക്ഷേ ഈ വർഷം പകുതിയായപ്പോൾ തന്നെ 460 പേർ മരിച്ചുവെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സമയം, ഇനി അടുത്ത 6 മാസം എന്തെങ്കിലും വിമാനാപകടങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ വർഷമായിരിക്കാം ഏറ്റവും അധികം പേർ വിമാനാപകടങ്ങളിൽ മരിച്ച വർഷം എന്നുള്ള ഒരു പ്രത്യേകത ഈ വർഷത്തിനുണ്ടാകും. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് വിദഗ്ധന്മാരൊക്കെ തന്നെ പറയുന്നത്. ഇതിനായി അവർ ചൂണ്ടിക്കാട്ടുന്ന പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിലവിൽ ഇപ്പോൾ പല വിമാനങ്ങളിലും ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ സുരക്ഷാ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വിമാനാപകടത്തിൽ പെടുകയില്ല എന്നാണ് അവർ തറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായി നമുക്ക് യാത്ര ചെയ്യാം, അങ്ങനെ അപകടങ്ങളൊന്നും വരില്ല എന്ന് തന്നെ കരുതാം. പിന്നെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ വിമാന ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഈ വിമാനാപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും പിന്നീട് വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അവരെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയും, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സ്വസ്ഥമായി യാത്ര ചെയ്യാം എന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഈ വിദഗ്ധർ പറയുന്നത്. പലരും വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിമാന ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ള എല്ലാ യാത്രക്കാരും കൊല്ലപ്പെടുന്നത് പോലെയൊക്കെയുള്ള ദാരുണമായ സംഭവങ്ങളാണ്. ഇത് മനുഷ്യരെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ട്രെയിൻ അപകടമോ ബസ് അപകടമോ ഒക്കെ പോലെ ഒരുപക്ഷെ കുറച്ച് പേർ മരിക്കുകയും മറ്റു കുറച്ച് പേർ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകാറില്ല. കാരണം പലപ്പോഴും വിമാനം ആകാശത്ത് തീപിടിക്കുകയും വല്ലാതെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് പേർ അതിൽ കൊല്ലപ്പെടും എന്നുള്ളൊരു വിഷയമുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള 6 മാസം സ്വസ്ഥമായി ഇരിക്കട്ടെ എന്നാണ് ഇപ്പോൾ ഈ ഒരു വ്യോമയാന വിദഗ്ധർ പറയുന്നത്. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 2014 ഉണ്ടായതിനേക്കാൾ ആളുകൾ ഇപ്പോൾ ഈ 6 മാസമായപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു എന്ന് വെച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു സംഭവത്തോടു കൂടി ഒരുപക്ഷെ വ്യോമയാന കമ്പനികൾ കൂടുതൽ സുരക്ഷാ കാര്യങ്ങൾ അവർ നോക്കുകയും വിമാനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളും യാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കും എന്നും തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിദഗ്ധർ നൽകുന്ന ഉറപ്പ്.